മാത്രമല്ല ഇതിൻ്റെ മറുവശമുണ്ട്. മറുവശം ഏതാണ്ട് 70-80 ലക്ഷം കുട്ടികളാണ് കേരളത്തിലുള്ളത്. ചെറുപ്പക്കാരുടെ എണ്ണം നോക്കിയാൽ കേരളത്തിലെ പോപ്പുലേഷനേക്കാൾ വർദ്ധിതമായ ഒരു വിഭാഗമാണ് ചെറുപ്പക്കാർ. അതിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. പക്ഷേ അവർ ചെയ്യുന്ന ഒരു സങ്കല്പം അത് നമ്മുടെ മുഴുവൻ കുട്ടികളെ ഒരുപോലെ ബാധിക്കുകയാണ്. ചുരുക്കം ചില ആളുകളാണ് ഇതിന് ചെയ്യുന്നത്. മണി മോട്ടീവാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിന് കുട്ടികൾക്ക് പുറത്തുള്ള കുറേ ആളുകളുണ്ട്, അവരൊരു ചെയിനായിട്ട് നിൽക്കുകയാണ്. ആ ചെയിൻ പൊളിച്ചെങ്കിലേ കേരളത്തിലോട്ടുള്ള സപ്ലൈ കുറയൂ. മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടെ ഭാഗമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരിലെ മഹാഭൂരിപക്ഷം 99% ആളുകളും സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് സ്കൂളിൽ വരികയും ഡീസൻ്റായിട്ട് പഠിക്കുകയും അവർ മടങ്ങി വീട്ടിൽ പോവുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ചുരുക്കം ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വിദ്യാർത്ഥി സമൂഹത്തെ വ്യാപകമായി മോശമായി ചിത്രീകരിക്കുന്നതിന് ഇടയാകുകയാണ്. അതാണ് കുട്ടികൾ ഇപ്പോൾ കാണിച്ച പെർഫോമൻസ് കണ്ടില്ലേ. ആ പാവങ്ങൾ കുട്ടികൾ ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെപ്പോലെയാണ് ക്ലാസ് മുറിയിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ, അവരെപ്പോലെയാണ് കോമ്പൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിലെ മഹാഭൂരിപക്ഷം ഇതിനെ റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ മണി മോട്ടീവുള്ള ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ മേളിലൊരു ഷാഡോ വീഴ്ത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ ഷാഡോയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ വിമുക്തമാകുന്നതിന് വേണ്ടി അവരുടെ തന്നെ ഒരു മൂവ്മെൻറ്റ് വരണം. ഈ തൂഫാൻ നിശ്ചയമായിട്ട് അവരുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി ഞാൻ കാണുകയാണ്. കേരള ജനസമൂഹത്തിന് ഈ ഡ്രഗ്സ് വേണ്ട, അതിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേരാം. വലിയ ജനകീയ പിന്തുണയാണ് പദ്ധതിക്ക് കിട്ടുന്നത്. തൂഫാൻ വളരെ ജനകീയ പിന്തുണ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ചുരുക്കം ചില ആളുകൾ, നമ്മളിപ്പോൾ ഒരു ബക്കറ്റിനകത്ത് നല്ല ശുദ്ധജലം എടുത്തു വെച്ചാലും 2 തുള്ളി വിഷം കലക്കിയാൽ പോരെ. ഇപ്പോൾ നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ 2 തുള്ളിയെക്കുറിച്ചാണ്. ആ ബക്കറ്റിലിരുന്ന ശുദ്ധജലത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ചുരുക്കം ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തനം ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരെയും വഷളായി ചിത്രീകരിക്കുന്നതിൽ ആയുധമാകുകയാണ്. അതിൽ നിന്ന് മോചനം നേടാനുള്ള അവരുടെ ആഗ്രഹമാണ് ഈ വലിയ പിന്തുണയുടെ പശ്ചാത്തലമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇത്തരക്കാർക്കെതിരായ നടപടിക്കപ്പുറത്തേക്ക് ഇവർ ഇത്തരം പ്രവർത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള അത്തരം നടപടികളിലേക്ക് കൂടി തൂഫാന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇവിടെ 2 രൂപത്തിലുള്ള നടപടികൾ വേണം. ഒന്ന്, ഇവരിൽ നിന്ന് തന്നെ ഒരു പുതിയ ശക്തി എമർജ് ചെയ്ത് വരണം. അതാണിപ്പം നമ്മൾ കണ്ടത്. ഒരു പുതിയ ശക്തി എമർജ് ചെയ്ത് വരികയാണ്. 2, നിയമപരമായി എല്ലാ വിധത്തിലുള്ള നടപടികൾ വേണം. നിയമത്തിനും ചില പോരായ്മകൾ ഉള്ളതായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പോരായ്മകൾ കൂടി മാറ്റി നിയമപാലകരായിട്ടുള്ള ആളുകൾക്ക് ഈ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഇപ്പോൾ അത് പറ്റുന്നില്ല, പൂർണ്ണമായി പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് മാറ്റണം. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മാറ്റം വേണം. ഞാൻ തന്നെ അദ്ദേഹത്തോടൊരു സൈഡ് കമൻ്റായിട്ട് ചോദിച്ചതാണ്, യഥാർത്ഥത്തിലൊരു നിയമം വേണ്ടേ. അദ്ദേഹം അതിനോട് പൂർണ്ണമായി യോജിച്ചു. മാത്രമല്ല അതിനകത്ത് സ്റ്റേറ്റ് ആക്റ്റും സെൻട്രൽ ആക്റ്റും ഉണ്ട്. സെൻട്രൽ ആക്റ്റിനകത്ത് മാറ്റം വേണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂടി സഹകരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ ടേക്കപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സർക്കാർ അത്തരത്തിൽ വലിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ മദ്യത്തിൻ്റെ നികുതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, അതൊന്നും നമ്മൾ ഈ നല്ല കാര്യത്തിനകത്ത് ഇതുകൊണ്ട് കലക്കണ്ട. അതാ ഞാൻ പറയാം, നല്ല ബക്കറ്റ് വെള്ളം വെച്ചിട്ട് എന്തിനാണ് ഒരു തുള്ളി വിഷം ഒഴിക്കുന്നത്. നമുക്ക് എല്ലാം ഭംഗിയായി പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കാം. പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നൊരിത് ഈ വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിലും അതും ലഹരിയാണ്. ഈ കുട്ടികളെയൊക്കെ ലഹരിയിലേക്ക് കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ഈ ചെറിയ ലഹരി കേൾക്കൂ. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ നോട്ടവും കിഴക്കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കാം. നമ്മൾ ഇതിനകത്ത് മറ്റ് ചില സൈഡ് ലൈറ്റ്സൊക്കെ വരാം, അതൊന്നും ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ കൂടി ഒഴിവാക്കാനായിട്ടൊരു പുതിയ മാസ് മൂവ്മെൻ്റ് അല്ലേ കേരളത്തിൽ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൂവ്മെൻറ്റിനോടൊപ്പം നമ്മൾ നിൽക്കുകയാണ്. UDF തീരുമാനം എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു തീരുമാനം UDFിൻ്റെ ഭാഗത്തുണ്ടാകും. സ്വാഭാവികമായിട്ട് അത് UDF തീരുമാനിക്കേണ്ടതാണ്. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ് ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതും മാറ്റി വെക്കുകയാണെങ്കിൽ
ഈ ഒരു നീക്കത്തിന് കൂടുതൽ കരുത്ത് പകരത്തില്ല? ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട് വേണം. ഞാൻ പറഞ്ഞത് നമ്മളൊരു നല്ല കാര്യത്തിന് വന്നിട്ട് വളഞ്ഞു കെട്ടി ഒരു കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ച് അടങ്ങൂ എന്നൊരു വാശി എന്തിനാ? നമുക്ക് നന്മയ്ക്ക് വേണ്ടി നിൽക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.